ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പവർ പോയിൻ്റ് അപ്ലോഡ് ചെയ്തിരുന്നു. ഇന്ന് ഞാൻ ഫുൾ നോട്ട്സ്, അതായത് കൊളോയിഡ്സിൻ്റെയും സർഫസ് കെമിസ്ട്രിയുടെയും ഫുൾ നോട്ട്സ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ രണ്ട് നോട്ട്സാണ് കൃത്യമായിട്ടുള്ള നോട്ട്സ്. ഈ സർഫസ് കെമിസ്ട്രിയിലെ ബെറ്റ് ഇക്വേഷൻ, ലോങ്മേർ അഡ്സോർപ്ഷൻ ഐസോതേം സാധാരണ എസ് എ ആയിട്ട് ചോദിക്കുന്നതാണ്. അതുകൊണ്ട് കൃത്യമായിട്ട് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ തന്ന വീഡിയോ തന്നെ പഠിച്ചിരിക്കുക. പിന്നെ ബെറ്റ് ഇക്വേഷൻ ചോദിക്കാറുണ്ട്, ഇക്വേഷനായിട്ട് മാത്രമാണ് ചോദിക്കുക. അപ്പോൾ എന്താണ് ബെറ്റ് ഇക്വേഷൻ ചോദിച്ചാൽ, ലോങ്മേർ അഡ്സോർപ്ഷൻ ഐസോതേം എന്ന് പറഞ്ഞാൽ മോണോ ലെയർ അഡ്സോർപ്ഷനെ മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരു തിയറിയാണ്. അപ്പോൾ ഒരു ഒറ്റ ലെയർ മോണോ ലെയറായിട്ട് മാത്രം അഡ്സോർപ്ഷൻ നടന്നാൽ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ലോങ്മേർ അഡ്സോർപ്ഷൻ ട്രീറ്റ് ചെയ്യുന്നത്. ലോങ്മേർ അഡ്സോർപ്ഷൻ ഐസോതേമിന് it does not know how to treat multi-layer adsorption. If you recall, monolayer adsorption is a chemical adsorption, whereas multi-layer adsorption is a physical adsorption. അപ്പോൾ ബെറ്റ് തിയറി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അബൌട്ട് ദി multi-layer adsorption. So just like Longmire adsorption, there are few assumptions in case of BET theory also. These are the assumptions. Actually, the BET theory is a method to determine the number of molecules or atoms of a gas needed to form a monolayer of adsorbed gas on a solid surface. Of course, it deals with multi-layer adsorption. The solid surface possesses uniform localized sites, just like in Longmire adsorption. The adsorption at one site does not affect the adsorption at neighboring site. നമ്മൾ ലോങ്മേറിൽ പറഞ്ഞ പോലെ തന്നെ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, ഫിസിക്കൽ അഡ്സോർപ്ഷൻ ഓഫ് ദി അഡ്സോർബേറ്റ് ഒക്കേഴ്സ് റിസൾട്ടിങ് ഇൻ ദി ഫോർമേഷൻ ഓഫ് മൾട്ടി ലെയേഴ്സ്. പിന്നെ അതിൽ വേറൊരു പോയിൻറ്റും കൂടി ഓർമ്മിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, അത് ഞാൻ നോട്ട്സിൽ തന്നിട്ടുണ്ട്. അതായത് മൾട്ടി ലെയർ എന്ന് പറയുമ്പോൾ ലെയർ, ഫസ്റ്റ് ലെയർ, സെക്കൻഡ് ലെയർ, തേർഡ് ലെയർ, അങ്ങനെ nth ലെയർ വരെ ഫോം ചെയ്യാം. അപ്പോൾ സർഫസ് ഏരിയ അവൈലബിൾ ഫോർ ദി nth ലെയർ അഡ്സോർപ്ഷൻ ഈസ് ഈക്വൽ ടു ദ കവറേജ് ഓഫ് n-nth ലെയേഴ്സ്. അതുപോലെ വേറെ ഒന്നെന്താണെന്ന് വെച്ചാൽ, ദി എനർജി ഓഫ് അഡ്സോർപ്ഷൻ ഇൻ ദ ഫസ്റ്റ് ലെയർ, ദാറ്റ് ഈസ് E1, ഈസ് അസ്യൂംഡ് ടു ബി കോൺസ്റ്റൻറ്റ്, ഇറ്റ് വിൽ നോട്ട് ചേഞ്ച്. ആൻഡ് ദി എനർജി ഓഫ് അഡ്സോർപ്ഷൻ ഇൻ ദ സക്സീഡിങ് ലെയേഴ്സ് അസ്യൂംഡ് ടു ബി സെയിം ആസ് EL. EL എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ എനർജി ഓഫ് ദ ലിക്വിഫാക്ഷൻ ഓഫ് ദ ഗ്യാസ്. ഈ ഇത്രയും അസംഷൻ്റെ ബേസിലാണ് ബെറ്റ് തിയറി അസ്യൂം ചെയ്തത്. അപ്പോൾ ബെറ്റ് ഇക്വേഷൻ ഡിസ്ക്രൈബ്സ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ നമ്പർ ഓഫ് ഗ്യാസ് മോളിക്യൂൾ അഡ്സോർബ്ഡ് X at a given relative pressure, that is P/P0, where C is a second parameter related to the heat of adsorption. ഇതാണ് ഇക്വേഷൻ. അപ്പോൾ ഈ ഇക്വേഷനിൽ ബെറ്റ് ഇക്വേഷൻ സ്ട്രിക്ട്ലി ഡിസ്ക്രൈബ്സ് എ ലീനിയർ പ്ലോട്ട് ഓഫ് 1/x into P0 divided by P-1 versus P/P0, which is in most solid using nitrogen as an adsorbate. അതായത് നൈട്രജൻ അഡ്സോർബേറ്റ് മോഡൽ വെച്ചിട്ടാണ് ഇത് ചെയ്തത്. ഈസ് റെസ്ട്രിക്റ്റഡ് ടു എ ലിമിറ്റഡ് റീജിയൻ ഓഫ് ദി അഡ്സോർപ്ഷൻ ഐസോതേം. യൂഷ്വലി ഇൻ ദി P/P0 റേഞ്ച് വിൽ ബി 0.05 to 0.35. ഇവിടെ ഞാൻ എടുത്തത് X ആണ്, അതായത് നമ്പർ ഓഫ് മോളിക്യൂൾസ് അഡ്സോർബ്ഡ്. ഞാൻ നിങ്ങൾക്ക് തരുന്ന നോട്ട്സിൽ വോളിയം ഓഫ് ദ ഗ്യാസ് അഡ്സോർബ്ഡ് അറ്റ് എ പ്രഷർ P എന്നുള്ളതാണ് എടുത്തത്. അപ്പോൾ ചെറിയൊരു മാറ്റം ഉണ്ടാവും ഇക്വേഷനിൽ. അപ്പോൾ അത് ഓർക്കുക, ഏത് പഠിച്ചാലും കുഴപ്പമില്ല, നോട്ട്സാണ് നല്ലത്. ഇതാണ് അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ഫോം. നിങ്ങൾക്ക് വേണ്ടിയിട്ട് സിംപ്ലിഫൈ ചെയ്തിട്ട് ഞാൻ നോട്ട്സിൽ അങ്ങനെ എഴുതിയതാണ്. അപ്പോൾ അതിൻ്റെ ഒരു കണക്ഷൻ എന്താണെന്ന് വെച്ചാൽ, അവഗാഡ്രോസ് ലോ നിങ്ങൾക്കറിയാം. വോളിയം ഈക്വൽ വോളിയം ഓഫ് ഓൾ ദ ഗ്യാസസ് കണ്ടെയ്ൻസ് ഈക്വൽ നമ്പർ ഓഫ് മോളിക്യൂൾസ്. ഇവിടെ നമ്പർ ഓഫ് മോളിക്യൂൾസാണ് എടുത്തത്, അവിടെ വോളിയമാണ് എടുത്തത്. ഏത് എഴുതിയാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. നോട്ട്സാണ് നല്ലത്. ഇത് കൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇഫ് യു ടേക്ക് an example for bed surface area plot, it comes like this. ഇതിൽ നിന്ന് നമുക്ക് സർഫസ് ഏരിയ കണ്ടുപിടിക്കാം. Surface area is calculated from the slope and intercept according to the equation. There SA is equal to 1/slope plus intercept. Okay, CAC. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് പോയിൻ്റ് ഗിബ്സ് അഡ്സോർപ്ഷൻ ഇക്വേഷനാണ്.
നമ്മൾ ഇതുവരെ പഠിച്ചത് സോളിഡ് സർഫസിൻ്റെ മോള് ഗ്യാഷ്യസ് മോളിക്യൂൾ അഡ്സോർബ് ചെയ്യുന്നതാണ്. അതാണ് ലോങ്മെയർ അഡ്സോർപ്ഷൻ ഡിസ്കസ് ചെയ്തത്, അതാണ് ബെറ്റ് തിയറി ഡിസ്കസ് ചെയ്തത്. ഇപ്പോൾ ഈ ഗിബ്സ് അഡ്സോർപ്ഷൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ സൊല്യൂട്ട് മോളിക്യൂൾ, അതായത് ഒരു സൊല്യൂഷനിലുള്ള സൊല്യൂട്ട് മോളിക്യൂൾ ഒരു സോളിഡ് സർഫസിൻ്റെ മോൾ അഡ്സോർബ് ചെയ്താൽ അതെങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുക എന്നുള്ളത് ലോങ്മെയർ അഡ്സോർപ്ഷനോ അല്ലെങ്കിൽ ബെറ്റ് തിയറിയോ വെച്ചിട്ട് ട്രീറ്റ് ചെയ്യാൻ വളരെ പ്രയാസമാണ്. അതുകൊണ്ടാണ് ഗിബ്സ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ഒരു അഡ്സോർപ്ഷൻ ഇക്വേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. Gibbs adsorption isotherm for multi-component system in an equation used to relate the changes in concentration of a component in contact with the surface with the changes in surface tension. Surface tension എന്ന് പറയുന്നത് സൊല്യൂഷൻ്റെ പ്രോപ്പർട്ടിയാണ്. This equation represents exact relationship between the adsorption change in surface tension of a solvent due to the presence of solute. അതായത് സൊല്യൂഷനിൽ നിന്ന് സൊല്യൂട്ട് മോളിക്യൂൾ അഡ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ അത് റിഫ്ലക്റ്റ് ചെയ്യുന്നത് സർഫസ് ടെൻഷനിലാണ്. അതുകൊണ്ടാണ് സർഫസ് ടെൻഷൻ എന്ന് പറഞ്ഞത്. ദിസ് ഇക്വേഷൻ ഈസ് കറസ്പോണ്ട് ടു ദ റിലേറ്റീവ്ലി സൊല്യൂട്ട് സൊല്യൂഷൻ, ഹൈലി ഹൈഡ്രേറ്റഡ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആൻഡ് ആംഫിപ്പത്തിക് സ്പീഷീസ്. ഇപ്പോൾ ഇക്വേഷൻ ഇതാണ്. നിങ്ങൾക്കിതിൽ ഇക്വേഷൻ മാത്രമേ പഠിക്കണ്ടൂ. ഇതാണ് ഇക്വേഷൻ. ടോർക്ക് എസ് ഇസ് ഈക്വൽ ടു -1/RT d gamma s divided by dlnc. T is the temperature, gamma is the surface concentration and represents the number of moles retained per unit area of the surface. C is the concentration of the solution and d torque is the change in surface tension with the change in concentration. R is a gas constant. ഇപ്പോൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇതിൽ ബെറ്റ് തിയറിയുടെ ഇക്വേഷൻ, അസംഷൻസ്, ഇക്വേഷൻസ് ചോദിക്കാറുണ്ട് പരീക്ഷയ്ക്ക്. അതുപോലെ ഗിബ്സ് ഇക്വേഷൻ്റെ ഇക്വേഷനും അതിലെ ഓരോ ടേം എന്താണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഗിബ്സ് ഇക്വേഷൻ എന്ന് പറയുന്നത് അത് സോളിഡ് സർഫസിൻ്റെ മുകളിൽ ഗ്യാസ് അബ്സോർബ് ചെയ്യുന്നതിനല്ല, അത് ട്രീറ്റ് ചെയ്യുന്നത് സോളിഡ് സർഫസിൻ്റെ മുകളിൽ സൊല്യൂഷനിലുള്ള സൊല്യൂട്ട് മോളിക്യൂൾ അബ്സോർബ് ചെയ്യുന്നതിനെ പറ്റിയുള്ള ഇക്വേഷനാണ്. ഇത്രയും മനസ്സിലാക്കുക.